15 മാസത്തിലേറെയായി ഇസ്രായേൽ പട്ടാളക്കാർ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ ഗാസയിലെ തങ്ങളുടെ കലാവിരുതുകൾ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് ലോകമെമ്പാടും ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റക്കേസുകൾ ചുമത്താൻ ഉപയോഗിക്കുന്നത്. ബ്രസൽസ് ആസ്ഥാനമായുള്ള ഹിന്ദ് റജബ് ഫൗണ്ടേഷനാണ് ഇസ്രായേലിന്റെ എല്ലാ കൊള്ളരുതായ്മയും പുറത്തുകൊണ്ടുവരുന്നതിനായി മുൻപന്തിയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആളുകളെ കൂട്ടക്കൊല ചെയ്യാനോ, അത് ചെയ്യുന്നത് ചിത്രീകരിക്കാനോ, അവയെല്ലാം ലോകത്തിന് മുന്നിൽ പ്രക്ഷേപണം ചെയ്യാനോ, നിങ്ങൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ കുമ്പസരിച്ച് ഗസയിൽ നിന്നും കടന്നുപോകാനോ കഴിയില്ലെന്ന് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ദിയാബ് അബു ജഹ്ജ പറയുന്നു. യുദ്ധക്കുറ്റവാളികൾ എവിടെയൊക്കെ പോകുമോ അവിടെയെല്ലാം ഞങ്ങൾ അവരെ പിന്തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിൽ ഇസ്രായേൽ പട്ടാളക്കാർ നടത്തിയ നരനായാട്ടുമായി ബന്ധപ്പെട്ട 8,000-ലധികം തെളിവുകൾ ഫൗണ്ടേഷൻ ശേഖരിച്ചിട്ടുണ്ടെന്നും അബു ജഹ്ജ പറയുന്നു. എന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ സൈനികർ അഭിമാനത്തോടെ തകർക്കുന്ന വീടുകളും പലസ്തീൻ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ധരിച്ച് പരിഹസിക്കുന്നതും ലൈബ്രറികൾ കത്തിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ലോകമെമ്പാടും അവർ തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടവയാണ്. ഇവയെല്ലാം ഇസ്രായേൽ സൈനികർക്കെതിരെ ലോകമെമ്പാടും യുദ്ധക്കുറ്റം ചുമത്താൻ കാരണമായിട്ടുണ്ട്. 2024 ജനുവരി 29-ന് ഇസ്രായേൽ സൈനികരുടെ കൈകളാൽ ദാരുണമായി കൊല്ലപ്പെട്ട 6 വയസ്സുള്ള ഒരു പലസ്തീൻ പെൺകുട്ടിയുടെ സ്മരണയ്ക്കായാണ് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. റജബും അവരുടെ 5 കുടുംബാംഗങ്ങളും കാറിൽ വടക്കൻ ഗാസയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 335 ഇസ്രായേലി സൈന്യത്തിന്റെ വെടിയുണ്ടകൾ ഉപയോഗിച്ച് വെടിവെച്ചതായി ജൂണിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. കൊല്ലപ്പെട്ട ബന്ധുക്കളോടൊപ്പം 3 മണിക്കൂറോളം കുടുങ്ങിയ ഏക വ്യക്തി ഹിന്ദ് മാത്രമായിരുന്നു. സഹായത്തിനായി ആഗ്രഹിച്ച കുടുംബം പലസ്തീൻ റെഡ് ക്രസന്റ് പാരാമെഡിക്കുകളെ സഹായത്തിന് വിളിച്ചെങ്കിലും അവരെ രക്ഷിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഇസ്രായേൽ സൈന്യം അവരെ കൊലപ്പെടുത്തി. സംഭവത്തിന് ശേഷം പുറത്തിറങ്ങിയ ഹിന്ദിന്റെ അവസാന ഫോൺ കോളിന്റെ വേദനിപ്പിക്കുന്ന റെക്കോർഡിംഗിൽ എനിക്ക് ഇരുട്ടിനെ ഭയമാണ്, എന്നെ കൊണ്ടുപോകൂ എന്ന ഭയാനകമായ അഭ്യർത്ഥനയാണ് രേഖപ്പെടുത്തിയത്. അവരുടെ ദാരുണമായ കഥ ഹിന്ദിനെ പോലുള്ള എണ്ണമറ്റ ഇരകൾക്ക് നീതി നേടിക്കൊടുക്കുവാൻ അബു ജഹ്ജയെയും അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശ സംഘത്തെയും പ്രേരിപ്പിച്ചു. ഈ വംശഹത്യയിൽ ഇരകളിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. വംശഹത്യ നടത്തിയ കക്ഷിയുടെ പേരാണ് ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ രാഷ്ട്രവും എന്ന് അബു ജഹ്ജ പറയുന്നു. ഞങ്ങൾ ഞങ്ങളെ ഒരു NGO ആയി കാണുന്നില്ല, ഞങ്ങൾ ഞങ്ങളെ ഒരു നീതിന്യായ കോടതിയായാണ് കാണുന്നതെന്നും അബു ജഹ്ജ കൂട്ടിച്ചേർത്തു. ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ നരനായാട്ടിൽ കൊല്ലപ്പെട്ട 48,000-ലധികം പലസ്തീനികളിൽ കുറഞ്ഞത് 18,000 പേരെങ്കിലും കുട്ടികളാണെന്നാണ് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. അർജന്റീന, ഓസ്ട്രിയ, ബെൽജിയം, ബ്രസീൽ, ചിലി, സൈപ്രസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, സെർബിയ, സ്പെയിൻ, ശ്രീലങ്ക, സ്വീഡൻ, തായ്ലൻഡ് എന്നീ 14 രാജ്യങ്ങളിലായി ഇസ്രായേൽ സൈനികർക്കെതിരെ ഏകദേശം 100ഓളം കേസുകളാണ് ഇതുവരെ ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ ഫയൽ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. സാർവത്രിക അധികാരപരിധി എന്ന തത്വത്തിന് കീഴിൽ ദേശീയ കോടതികൾക്ക് അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യാൻ കഴിയും. കുറ്റകൃത്യം എവിടെയാണ് ചെയ്തതെന്നോ ഇരയുടെ കുറ്റവാളിയുടെയോ ദേശീയത എന്താണെന്നോ പരിഗണിക്കാതെ ഗുരുതരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്ക് വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഓരോ രാജ്യങ്ങളെയും അനുവദിക്കുന്നു. എന്നാൽ സാർവത്രിക അധികാരപരിധി രാജ്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ വ്യത്യാസപ്പെടുന്നു. യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ, പീഡനം എന്നീ 4 കുറ്റകൃത്യങ്ങളിൽ ഒന്നിലാണ് UN അംഗരാജ്യങ്ങളിൽ ഭൂരിഭാഗവും അധികാരപരിധി പുലർത്തുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ 2021-ലെ സർവേയിൽ 193 UN അംഗരാജ്യങ്ങളിൽ 164 എണ്ണവും കുറ്റകൃത്യങ്ങളിൽ ഒന്നെങ്കിലും അവരുടെ ദേശീയ നിയമപ്രകാരം കുറ്റകരമാക്കി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലുള്ള സൈനികർ രാജ്യത്തിന്റെ പൗരത്വം കൈവശം വയ്ക്കുമ്പോൾ നിയമനടപടി സ്വീകരിക്കാൻ എളുപ്പമാണ്. അതിനാൽ അഭിഭാഷകർക്ക് ഉടനടി അധികാരപരിധി നിർണ്ണയിക്കാൻ കഴിയുമെന്നും അബു ജഹ്ജ വിശദീകരിച്ചു.